ഭയമില്ല, വിട്ടുവീഴ്ച ഒട്ടും ഉണ്ടാകത്തില്ല, യാഥാർത്ഥ്യങ്ങൾ മാത്രം. ദിസ് ഇസ് റിയാലിറ്റി ബൈ ഷാരിക. PSC പഠിക്കാൻ ഞാനും കുറെ കാലം നടന്നതാണ്, അതുകൊണ്ട് എനിക്കറിയാം അതിന്റെ ദണ്ണം എന്താണെന്ന്. PSC എൻ്റെ ഒരു ഡ്രീം കം ട്രൂ സോറി ഡ്രീം അല്ലായിരുന്നുകൊണ്ടും പിന്നെ ജീവിക്കാൻ നമുക്ക് ഒരു ജോലി വേണ്ടതുകൊണ്ട് ഞാൻ PSCക്ക് ഒരു 8 വർഷം ഞാൻ സ്പെൻഡ് ചെയ്തുള്ളൂ കേട്ടോ. അതായത് എൻ്റെ ഒരു 18 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെ ഞാൻ PSCക്ക് വേണ്ടി പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പഠിക്കാഞ്ഞുകൊണ്ടാണെന്നാണ് ഞാൻ ഇത്രയും കാലം എനിക്ക് എന്നോട് തന്നെ കുറ്റബോധമായിരുന്നു. അതിപ്പോൾ കുറച്ച് നാളായിട്ട് മാറാൻ മെയിൻ റീസൺ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ 1ഉം 2ഉം റാങ്കുകൾ എന്ന് പറഞ്ഞാൽ വമ്പൻ നൊട്ടോറിയസ് ക്രിമിനൽസ്, അതായത് അവര് ഒന്നും എഴുതിയിട്ടില്ല പേപ്പറിൽ, പക്ഷെ അവർക്ക് 1ാം റാങ്ക് ഉണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ എക്സാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. അതായത് തിയറിക്കൽ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് കൂടെ ഉണ്ട്. അത് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് ഡെവലപ്മെന്റ്, അതോട് പിന്നെ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ്, ഇതൊക്കെ ഭയങ്കര ടഫ്. LDC ടഫ് എന്ന് പറയാൻ പറ്റത്തില്ല, അതിന്റെ മത്സരം ഇച്ചിരി കടുപ്പമായിരുന്നു. അന്ന് പ്രിലിംസും ഗുലിംസും ഒന്നുമില്ല, സിംഗിൾ ടെസ്റ്റ് മാത്രമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ഏറ്റവും വലിയ നദി, ഏറ്റവും നീളമുള്ള നദി, പിന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ എന്താണ് സിംഹങ്ങളുള്ള പിന്നെ മൃഗശാല നിൽക്കുന്ന സംസ്ഥാനം, ഇതൊക്കെയായിരുന്നു ചോദിച്ചത്. അപ്പൊ നമ്മളത് വായിക്കുന്നു, ഇതൊക്കെ എന്ത് സിമ്പിൾ, നമ്മൾ കോസ്റ്റീറ്റ സൈൻ തീറ്റ ഒക്കെ പഠിച്ചവർക്ക് ഇതൊക്കെ എന്ത് പഠിക്കാൻ പാടെന്താ. ഹിസ്റ്ററി നമ്മൾ 1857 വിപ്ലവം പഠിച്ച് നമുക്കിത് പുട്ടാണെന്ന് തോന്നും, പക്ഷെ പുട്ടല്ല. ആവിയുള്ള പുട്ടിനകത്ത് ചൂടുള്ള പുട്ടിനകത്ത് കയറ്റിരിക്കുന്ന അവസ്ഥയാണ് PSC പഠിക്കാനിരിക്കും. കാരണം അതുപോലെ പരന്ന് കിടക്കുവാണ്. എവിടുന്ന് പഠിക്കണം, എന്ത് പഠിക്കണം. ആ PSC അടുക്കും ചിട്ടയോടുകൂടി പഠിച്ചെടുത്ത് അത് കൃത്യമായിട്ട് അഹോരാത്രം വർക്ക് ചെയ്ത് ആ PSC റാങ്ക് ലിസ്റ്റ്, LDC റാങ്ക് ലിസ്റ്റ് കയറുക, LPSന്റെ റാങ്ക് ലിസ്റ്റ് കയറുക, UPSC റാങ്ക് ലിസ്റ്റ് കയറുക, HSAയുടെ റാങ്ക് ലിസ്റ്റ് കയറുക, പിന്നെ സെക്രട്ടേറിയറ്റിന്റെ ഏത് റാങ്ക് ലിസ്റ്റിലും PSC കയറിയ ജനങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എഴുതാത്തവർക്കും അതിനെക്കുറിച്ച് ABCD അറിയാത്ത സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്ക് കഷ്ടപ്പാടാണ്. നമ്മളൊരു കോളേജിൽ പഠിക്കുന്നവർ പഠിക്കണമെന്നല്ല, കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എഞ്ചിനീയറിംഗ്, മെഡിസിൻ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കറിയാം. അവർ ആ ബുക്ക് പഠിച്ചാൽ മതി, അവർക്ക് കൊടുക്കുന്ന ആ ബുക്കിലാണ് അവർ പഠിക്കുന്നത്, അല്ലെ? എപ്പോഴും ഡോക്ടേഴ്സ് പഠിച്ചിരിക്കണം, എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ, ഇപ്പൊ സിവിൽ ആണെങ്കിൽ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ, അത് ബുക്ക് പഠിച്ചിട്ടാണ് എക്സാമിന്. അവർക്ക് സിലബസ് ഉണ്ട്. PSCയുടെ സിലബസ് അവർക്ക് തോന്നിയതുപോലെയാ. എവിടുന്ന് വരുമെന്നോ ഏതെല്ലാം ബുക്കുകൾ റെഫർ ചെയ്ത് റാങ്ക് ലിസ്റ്റ് കയറാമെന്നോ ഒരു പിടിയില്ലാത്ത അവസ്ഥ. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് ഒന്നത്തെ പ്രിപ്പറേഷന് തന്നെ കൊടുക്കണം 1-2 വർഷം. അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ PSC ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഓരോ PSC വിദ്യാർത്ഥികളും റാങ്ക് ലിസ്റ്റുകളിൽ കയറുന്നത്. അമ്മത്തിന് അവരൊന്ന് സമരം ചെയ്തിട്ട്, അല്ല പോട്ടെ, സമരം അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് നിങ്ങളൊക്കെ റാങ്ക് ലിസ്റ്റിൽ കയറി. കേസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ 1 റാങ്കും 10 റാങ്ക് പോട്ടെ, ആദ്യത്തെ 30 റാങ്കിൽ വന്നവരുടെ കാര്യം എടുക്കും, ബാക്കിയുള്ളവർ പോട്ടെ. ആ 30 റാങ്കിലുള്ള വന്നവർക്ക് പോലും റാങ്ക് ലിസ്റ്റിൽ പേരിടാൻ പിന്നെ അഡ്വൈസ് മെമ്മോ പോകാതെ ആ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അവസാനിക്കാറായിരിക്കുന്നു. അവർക്കിനി വേറൊരു ഓപ്ഷൻ ഇല്ല. അവരുടെ പ്രായം, അതായത് വർഷങ്ങളോളം പഠിച്ച് ഈവൻ ഏജ് ഓവർ ആകുന്നതിന് തൊട്ട് മുമ്പ് വരെ പരീക്ഷ എഴുതി ഏജ് ഓവർ ആകുന്ന ആ വർഷത്തിലായിരിക്കും ചിലവർക്ക് റാങ്ക് ലിസ്റ്റിലെ മെയിൻ റാങ്കിലൊക്കെ വരുന്നത്. ആ മേജർ ലിസ്റ്റിലൊക്കെ കയറിയിട്ട് ജോലി കിട്ടാത്തൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നീറ്റ് എക്സാം എഴുതിയ കുട്ടികൾ ചെറുപ്പമാണ്, അവരെ ഞാൻ കുറച്ച് കാണുന്നില്ല. എക്കാലവും അഴിമതികൾ, അത് എസ്പെഷ്യലി വിദ്യാഭ്യാസ രംഗത്ത് കാണിക്കുന്ന അഴിമതികൾ ക്രൂരവും അപലപനീയവും വളരെ തെറ്റുമായൊരു കാര്യം, ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവർക്ക് ഇനിയും മുന്നിൽ വാദാനങ്ങൾ തുറന്നു കിടപ്പുണ്ട്. ചാൻസസ് ആർ ദെയർ ഔട്ട്സൈഡ്, അല്ലേ? പക്ഷെ PSC സ്റ്റുഡൻസിന്റെ ഓരോ വർഷവും നമ്മൾ ജനിക്കുമ്പോഴേ മരണത്തിലേക്ക് നടക്കാന്ന് പറയത്തില്ല, അതുപോലെയാണ്. ഓരോ വർഷവും അവരുടെ വർഷങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതൊരു ഓപ്ഷൻ ഇല്ല. എല്ലാവരും ഒരു PSC മാത്രം അല്ല. അങ്ങനെ ശരി, നിങ്ങൾ ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റൻ ആണ്, ഈ PSC ഇല്ലെങ്കിൽ ലോകത്ത് ജീവിക്കാൻ പറ്റില്ലേ? ജീവിക്കാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ തസ്തിക അടിച്ചങ്ങ് പൂട്ടുക. നിങ്ങൾ എന്തിനാണ് മാസക്കണക്കിന് ആഴ്ചക്കണക്കിന് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്? ഇത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 500 ഒഴിവുകൾ 1000 ഒഴിവുകൾ റിപ്പോർട്ട്, കേരളത്തിൽ 15,000 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പോലീസുകാരെ തികയുന്നില്ല, ഒരു പോലീസ് സ്റ്റേഷനിൽ 5 പോലീസുകാരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തോരം പ്രഹസനങ്ങളാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കുന്നത്? എനിക്ക് പുതിയ സർക്കാരിനോടാ പറയാനുള്ളത്. ദേവി ചെയ്ത് മുഖ്യമന്ത്രി, താങ്കൾ അത്യാവശ്യം നല്ല എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരു മനുഷ്യനല്ലേ, എഡ്യൂക്കേഷൻ ഉള്ള ഒരു മനുഷ്യനല്ലേ? എല്ലാവർക്കും താങ്കളെ പോലെ മുഖ്യമന്ത്രി ആകാൻ പറ്റുമോ? താങ്കളെ പോലെ താങ്കളുടെ പേഴ്സണൽ സെക്രട്ടറി ആകാൻ പറ്റുമോ? എല്ലാവർക്കും പ്രതിപക്ഷ നേതാക്കന്മാരും അല്ലെങ്കിൽ MLA മാരും ആകാൻ പറ്റുമോ? സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ ഇവിടെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ അവിടെ നിന്ന് അനുഭവിക്കുന്ന മാനസിക വ്യഥ, അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, ഒരുപക്ഷെ അവരൊക്കെ എല്ലാവരും ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാർ ആത്മഹത്യരാക്കി തന്നെ ആയിരിക്കും. കാരണം അവർ അതുപോലെ അഹോരാത്രം രാത്രികൾ ഉറക്കം വിളിച്ച് രാത്രികൾ പകലാക്കി പഠിച്ച കുട്ടികളാണ്. നമുക്കറിയാം, എന്റെയൊക്കെ നാട്ടിൽ മുഹമ്മദ് കാവുകൽ പോലുള്ള നാടുകളിൽ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് പഠിക്കുന്നത് ഈ പറയുന്ന ക്ലബ്ബുകളിലൊക്കെ, നേരെ ഓഫീസും, അവരൊക്കെ പ്രൈവറ്റ് ജോലിക്ക് പോകുന്നുണ്ട്, അറിയാം. വെറുതെ വീട്ടിൽ കുത്തിരുന്ന് PSC മാത്രം പഠിക്കുകയല്ല, അവർ വീട്ടിലേക്കുള്ള അധ്വാനത്തിന്റെ ഒരു പങ്ക് അവരാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വീട്ടിൽ കൊടുത്തിട്ട് വന്നിരുന്ന് പഠിക്കുന്നവരാണ്. ആ കഷ്ടപ്പാട് തീരാൻ വേണ്ടി പഠിക്കുന്നവരാണ്. അല്ലാതെ ഞാൻ കണ്ടിരിക്കുന്ന PSC ആസ്പിറൻസ് ഒന്നും
സ്റ്റുഡൻസ് ഒഴിച്ചാൽ ബാക്കി മിക്ക ആൾക്കാരും ജോലിക്ക് പോകുന്നവരാണ്. ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്നവരുണ്ട്, സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യുന്നവർ, ഈ പറയുന്ന പോലെ പെയിന്റ് പണിക്ക് പോകുന്നവർ, മേസ്തിരി പണിക്ക് പോകുന്നവർ, പിന്നെ വാക്കപ്പണിക്ക് പോകുന്നവർ, പിന്നെ അങ്ങനെ കുറെ തടി പിടിക്കാൻ പോകുന്നവര്, കൂപ്പിൽ പോകുന്നവര്, ഷോറൂമില്, കാർ ഷോറൂമുകളിലും മറ്റു ഷോറൂമുകളിലും നിൽക്കുന്ന സെയിൽസ് മാനും വുമനും എല്ലാവരും, ഇവരൊക്കെ പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ജോലിക്ക് പോയിട്ട് ബാക്കിയുള്ള സമയത്താണ് അവരിന്ന് പഠിക്കുന്നത്. അവിടെയൊക്കെ ഗ്രൂപ്പിന്റെ സമയം എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിന്റെ കാലം കുറെ നാൾ നടന്നുകൊണ്ട് എനിക്ക് ഇതിന്റെ വിഷമം മനസ്സിലാവും. അവരൊക്കെ ഇന്ന് പഠിക്കുന്ന സമയം എനിക്ക് ഇന്നും അറിയാം. എൻ്റെ കൂട്ടുകാരൻ പോലീസിലായപ്പോൾ അവനും എൻ്റെ കൂട്ടുകാരൻ കൂടി ഇരുന്ന് പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ട്യൂഷൻ പഠിപ്പിച്ചിട്ട് ബാക്കി വരുന്ന സമയം, അതായത് ട്യൂഷൻ സെന്റർ അടച്ച 9 മണിക്ക് തൊട്ട് രാത്രി 12-1 മണി വരെയാണ് അവർ പഠിക്കുന്ന സമയം. രാവിലെ എഴുന്നേറ്റ് അവർക്ക് ജോലിക്ക് പോകണം. അവന് ജോലി കിട്ടുന്നവരെ പ്രൈവറ്റ് ജോലി ചെയ്തിരുന്നു, ട്യൂഷൻ പഠിപ്പിച്ചിരുന്നു. ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് അറിയാം ട്യൂഷൻ പഠിപ്പിക്കുക എന്നുള്ള എത്രമാത്രം വർക്ക് ചെയ്യേണ്ട, ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം സ്കൂളിലെ ടീച്ചർമാരെക്കാളും കൂടുതൽ ഇവർ ഹാർഡ് വർക്ക് ചെയ്യണം. കാരണം ഇവർക്ക് മണിക്കൂറിന് ഫീസ് കൊടുക്കുന്നതാണ്. അവരോട് തീർച്ചയായിട്ടും ഡയറക്റ്റ് ആൾക്കാർ ചോദിക്കടാ, ഇതിലും ഭേദം സ്കൂളിൽ ഞങ്ങൾ വിട്ടാൽ പോലെ. സ്കൂളിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പഠിക്കുന്ന സപ്പോർട്ട് കിട്ടാൻ ഞങ്ങൾക്ക് വീട്ടിലെത്തി പഠിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ട്യൂഷൻ എടുക്കുന്നത്. അപ്പൊ ട്യൂഷൻ ടീച്ചർമാർക്ക്, ഈ പല ട്യൂഷൻ ടീച്ചർമാരും ആരാ? PSC ഉദ്യോഗാർത്ഥികൾ തന്നെയാണ്. ഇപ്പൊ സർവീസിലിരിക്കുന്ന പലരോടും ചോദിച്ചാൽ, അവരുടെ പാസിനെ കുറിച്ച് ചോദിച്ചാൽ അവർ വേദനയോടെ പറയും. ഓൾമോസ്റ്റ് ആൾക്കാരും വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട്, ഫീസ് അടയ്ക്കാൻ, PSC കോച്ചിങ്ങിന് പോകാൻ, PSCയുടെ പുസ്തകം, റാങ്ക് ഫയലിന്റെ പുസ്തകം മേടിക്കാൻ വേണ്ടിയിട്ട് ട്യൂഷൻ എടുക്കുന്ന ആൾക്കാരെ എടുത്തിട്ടുണ്ടാവാം വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട്. കാരണം വീട്ടിൽ കൊടുക്കാനില്ല, അവരെ പഠിപ്പിച്ചു മാക്സിമം. ഈ വന്നിരിക്കുന്നവരാരും തന്നെ 10ാം ക്ലാസ്സോ +2കാരോ അല്ല PSC പഠിക്കാൻ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് ഞാൻ കണ്ടിരിക്കുന്ന പണ്ട് കാലത്തെ കാര്യം ഞാനും. അപ്പൊ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ? ഞാൻ അന്ന് പഠിച്ചിരുന്ന കാലത്ത് എന്നോടൊപ്പം പഠിക്കാനിരുന്നവർ MBA-കാരും മിക്കവരും MSc-കാരാണ്. ആരും ഇല്ല PG ഇല്ലാത്തൊരു വളരെ കുറവ്. അല്ലെങ്കിൽ BA B.Ed, MSc B.Ed, BSc B.Ed, BSc TTC, അങ്ങനെ അത്യാവശ്യം എന്താ പറയുക, അതായത് ഒരു തസ്തികയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 10 ആണെങ്കിൽ ഡബിൾ ഓവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ പഠിക്കാൻ വരുന്നത്. എന്തിനു വേണ്ടി? ജോലിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അവരോട് എന്തൊരു നീതികെട്ട ഡാഷ് പരിപാടിയാണ് കാണിക്കുന്നത്. ഓക്കെ, പഠിച്ചു നിൽക്കുന്നത് പോട്ടെ, തസ്തികയിൽ പേര് വന്നിട്ട് ഇപ്പൊ KS-കാരൻ 2ാം റാങ്ക് 3ാം റാങ്ക് കിട്ടുന്നു. ഇപ്പൊ LPSC സ്റ്റുഡന്റ് ആ കുട്ടിക്ക് 9ാം റാങ്ക് കിട്ടുന്നു. ഇതൊക്കെ ഈ 9ാം റാങ്ക് കാര്യമൊക്കെ എന്ത് ചെയ്യണം ഇനി? കാശുള്ള വീട്ടിലെ ആൾക്കാർ വളരെ അപൂർവം ആൾക്കാർ B.Ed പഠിക്കാൻ പോകാറുണ്ട്. അവരെ ചെയ്യുന്നത്, അവരെ കെട്ടിക്കുന്നതിന് പോരാ വീടും പറമ്പും പണയം വെച്ച ഒരു സ്കൂളുകളിൽ, മാനേജ്മെന്റ് സ്കൂളുകളിൽ ജോലി പഠിച്ചു. മാനേജ്മെന്റ് സ്കൂളിൽ ഒരു സീറ്റ് എത്രയാണെന്നാണ് നിങ്ങളുടെ വിചാരം? സെലിബ്രിറ്റികൾ അറിഞ്ഞോ? ഒരു സീറ്റിന് 40 ലക്ഷം, 50 ലക്ഷം, ക്ലർക്കിന്റെ പോസ്റ്റിന് 25 ലക്ഷം. ഇതൊക്കെയാണ് മാനേജ്മെന്റ് സ്കൂളിൽ അവർ ചോദിക്കുന്നത്. അപ്പോ ഇതുകൊണ്ടൊക്കെയാണ് അപ്പൊ എല്ലാ ടീച്ചർമാർക്കും B.Ed കഴിഞ്ഞ എത്ര കുട്ടികൾ ലക്ഷക്കണക്കിന് കുട്ടികളാണ് B.Ed കഴിഞ്ഞ് പുറത്ത് നിൽക്കുന്നത്. B.Ed പഠിക്കാനുള്ള പാട് നിങ്ങൾക്ക് അറിയാവോ? അത്യാവശ്യം മാർക്ക് വേണം അതിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ. പിന്നെ പണ്ട് 1 വർഷമായിരുന്നു, ഇപ്പൊ 2 വർഷമാക്കി. TTC-കാർ മോശമൊന്നുമല്ല. അപ്പൊ LP സ്കൂളിന്റെയും UP സ്കൂൾ അസിസ്റ്റന്റിന്റെയും HSA-യുടെ ഒക്കെയും റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നു. പിന്നെ എന്നാൽ സ്കൂളുകളിൽ ചെന്ന് നോക്കിയാലോ എല്ലായിടത്തും എടുത്തു വെച്ചിരിക്കുന്നത് മറ്റേ ഡെയിലി വേതനക്കാരെയാ. ഡെയിലി വേതനത്തിനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് അവര് പിന്നെ ഈ പറഞ്ഞ ഒഴിവുകൾ നികത്തത്തില്ല. അതിനു പകരം ഓരോ വർഷവും പുതുക്കി എന്റെ മോളുടെ സ്കൂളിൽ ഉൾപ്പെടെ ഡെയിലി വേജസിന് ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ ഇത് എന്താണ് ഇതിൽ നിന്ന് ജനങ്ങൾ? അപ്പൊ ഒന്നെങ്കിൽ എനിക്ക് ഒറ്റക്കായി നിങ്ങൾ ഇതൊന്ന് മാറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ നിങ്ങൾ ഈ PSC പൂർണ്ണമായിട്ട് അടച്ചു പൂട്ടി കിട്ടുക, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മണ്ണുവാരി തീറ്റിക്കാതെ, അതുങ്ങളെ അവിടെ ആത്മഹൂതി ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടിരിക്കുകയാണ്, ആ ലെവലിലേക്ക് എത്തിക്കാതെ. ഇനി 2 പേര് എനിക്ക് തോന്നുന്നു സെക്രട്ടറി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് മരിക്കണമായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ അതുവരെ അനങ്ങാതിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക്, സർക്കാർ നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക്, പോട്ടെ സെലിബ്രിറ്റികളിൽ ചെന്നോ ഞങ്ങളെ പോലുള്ള ഇൻഫ്ലുവൻസ് എന്നോ അവരെ ആശ്വസിപ്പിക്കേണ്ട. അവർ ചെല്ലേണ്ട ആൾക്കാർ സർക്കാരാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്തെടുക്കുകയാണ് അവിടെ? ഇപ്പൊ പ്രളയത്തിന്റെ ഒരു കേസിൽ ഇപ്പൊ തൽക്കാലം അഞ്ഞിരിക്കുവാണെങ്കിൽ ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ ചെല്ലുന്നില്ല? മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ചെന്നല്ലോ. ഈ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെയുള്ളവര് വോട്ട് ചെയ്തിട്ടല്ലേ താങ്കൾ കസേരയിൽ കയറിയിരിക്കുന്നത്? എന്തുകൊണ്ട് VD സതീശൻ അണ്ണ താങ്കൾ ചെല്ലുന്നില്ല? അവർക്കൊരു അഷ്വറൻസ് കൊടുക്കാൻ താങ്കൾക്ക് പറ്റില്ലേ? അതാണ് എന്റെ ചോദ്യം. താങ്കൾക്ക് പറ്റില്ലേ?